അപ്പോൾ ബിഗ് ബോസിൻ്റെ മോർണിംഗ് ആക്ടിവിറ്റി നമ്മൾ കണ്ടു. ഒരു കള്ളം പറയുക എന്നുള്ളതായിരുന്നു. അതിൽ ജിൻഡോ പറഞ്ഞ കള്ളം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടു. കാരണം പുറത്ത് നടക്കുന്ന സെയിം സംഭവമാണ് പുള്ളിക്കാരൻ കള്ളമായിട്ട് വീട്ടിലുള്ള ബാക്കി മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അത് കള്ളമാണ്, കള്ളം പറയേണ്ട ടാസ്ക് ആണല്ലോ, അങ്ങനെ കണ്ടാൽ മതി എന്നുള്ളൊരു രീതിക്ക് എടുക്കാം. പക്ഷേ അതല്ല, നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഈ പുറത്ത് നടക്കുന്ന 100% എന്താ പറയുക, 100% ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ജിൻഡോ അവിടെ പറഞ്ഞത്. ജിൻഡോ പറഞ്ഞത് ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റസ്മിൻ 2 ദിവസം പനിയായിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 ദിവസം പോകുന്നതിന് മുമ്പ് റസ്മിൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ആര് പ്രശ്നം ഉണ്ടാക്കിയാലും റസ്മിൻ അവിടെ ഉണ്ടാവും. പക്ഷേ ആ 2 ദിവസം പുറത്ത് പോയി വന്നതിന് ശേഷം റസ്മിൻ്റെ സൗണ്ട് ആ വീട്ടിൽ കേട്ടിട്ടില്ല. റസ്മിൻ അവിടെ ഉണ്ടോയെന്ന് പോലും നമുക്ക് തോന്നിയിട്ടില്ല. അതുപോലെ ഒരു റസ്മിന് മാറ്റം വന്നിരുന്നു. അപ്പോൾ ജിൻഡോ പറഞ്ഞ കള്ളം ഇതുപോലെ റസ്മിൻ പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷം പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് റസ്മിൻ വന്നിരിക്കുന്നത്. മാത്രമല്ല റസ്മിൻ അത് ആരെയോ അറിയിക്കാൻ വേണ്ടിയിട്ട്, പുറത്തെ കാര്യങ്ങൾ ആരെയോ അറിയിക്കാൻ വേണ്ടിയിട്ട് കത്ത് എഴുതി ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജിൻഡോ എടുത്ത് വായിച്ചു എന്നാണ് ജിൻഡോ പറയുന്നത്. ആ കത്തിലുണ്ടായിരുന്നത് ശ്രീതു അർജുൻ കോംബോ പുറത്ത് അടിപൊളിയാണ്, ഗബ്രി ജാസ്മിൻ കോംബോ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ആ കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ അത് വായിച്ചു എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ ഇത് കള്ളം പറയേണ്ട ടാസ്ക് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പറഞ്ഞത് കള്ളമായിട്ട് അവർക്ക് എടുക്കാം. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ ആ ഒരു ഗെയിം, അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ആ ഒരു ബുദ്ധി നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ ഹൗസിൽ എല്ലാവരും വന്ന് ആ ദിവസങ്ങളിലൊക്കെ മണ്ടൻ എന്നൊരു വിളി ജിൻഡോനെ വിളിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം മാറി പക്ഷേ മണ്ടനായി ഇരുന്നു കൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഒരേ ഒരു ഗെയിമർ ജിൻഡോ ആണ് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. പുറത്തുള്ള കാര്യങ്ങൾ ആരും അറിയാതെ അല്ലെങ്കിൽ ആരും പറയാതെ തന്നെ ജിൻഡോ ഇത്രയും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ജിൻഡോയുടെ ബുദ്ധി എത്രമാത്രം ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അഭിഷേക് ശ്രീകുമാറും നന്ദനയും ജിൻഡോയൊക്കെ ലിവിങ് ഏരിയയിലിരുന്ന് സംസാരിക്കുന്ന ഒരു ഇത് കാണിക്കുന്നുണ്ട്. അതിൽ അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട്, ജിൻഡോ ഈ കാര്യം പറയുമ്പോൾ, അതായത് ഈ ടാസ്കിൽ ഈ കള്ളം പറയുമ്പോൾ റസ്മിൻ്റെ മുഖം വല്ലാണ്ടായിരുന്നു, അങ്ങനെ തോന്നി എന്ന് അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട്. അപ്പം ഇതിൽ നിന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്നല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ഗെയിം പ്ലാനാണ്. കാരണം ഇങ്ങനെ ആയിരിക്കാം പുറത്ത് എന്ന് ചിന്തിച്ചിട്ട് പുള്ളി മറ്റുള്ളവരിലേക്ക് എല്ലാവരുടെയും മനസ്സിലൊരു ഇതിടാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കാം. അതല്ലെങ്കിൽ പുള്ളിക്കാരൻ ചുമ്മാ ഒരു ഇതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കള്ളം ആയി കിടന്നോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞതായിരിക്കാം. എങ്ങനെയാണെങ്കിലും ജിൻഡോ പറഞ്ഞ കാര്യം വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഈ സീസണിലെ ഏറ്റവും നല്ല ഗെയിമർ, അല്ലെങ്കിൽ ഇതിൽ വിന്നറാവാൻ ഒരു യോഗ്യതയുള്ള ആൾ തന്നെയാണ് ജിൻഡോ. കാരണം എല്ലാവരുടെയും മനസ്സറിഞ്ഞ്, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മൊത്തത്തിലുള്ള മനസ്സറിഞ്ഞ് കളിക്കുന്ന ആളാണ് ജിൻഡോ.